വെൽക്കം ബാക്ക് ടു ഫ്ലീഗി കരിയർ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അനറ്റാണ്. റീസെന്റ് നമ്മുടെ ഹൗസ് ബിൽഡിങ്ങിന് വിസ കിട്ടിയിട്ട് ആൾ ഇരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. കുറേ നാൾ ആഗ്രഹിച്ചിരുന്ന ഇങ്ങനെ ഒരു വിസ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നിട്ട് ഇപ്പോൾ കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. നല്ലൊരു സപ്പോർട്ടായിരുന്നു എന്തായാലും. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ ഡെഡിക്കേഷനോട് കൂടി നല്ലപോലെ എനിക്ക് പ്രോസസ്സിങ്ങിനെ സഹായിച്ചു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലീഗി കരിയർ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അനറ്റാണ്. റീസെന്റ് നമ്മുടെ ഹൗസ് ബിൽഡിങ്ങിന് വിസ കിട്ടിയിട്ട് ആൾ ഇരിക്കുകയാണ്. സോ ഫസ്റ്റ്ലി വെരി കൺഗ്രാറ്റ്സ്. താങ്ക് യു. എന്ത് തോന്നുന്നു ഈ മൊമെന്റിൽ? എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കുറേ നാൾ ആഗ്രഹിച്ചിരുന്ന ഇങ്ങനെ ഒരു വിസ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നിട്ട് ഇപ്പോൾ കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ വീട്ടിലാണേലും എല്ലാവർക്കും സന്തോഷമായി. ഒത്തിരി സന്തോഷമുണ്ട്. അനറ്റിന് എങ്ങനെയുണ്ടായിരുന്നു ഫ്ലീഗി കരിയറിന്റെ നമ്മുടെ കൂടെയുള്ള ഒരു ജേർണി എങ്ങനെയുണ്ടായിരുന്നു പ്രോസസ്സിങ്ങിന്റെ കേസിൽ? നല്ലൊരു ജേർണി ആയിരുന്നു. കുറേ കാര്യങ്ങളിലൊക്കെ എന്നെ സഹായിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ പ്രോസസ്സിങ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തു തന്നെ. ജോമി ചേട്ടനാണേലും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. പിന്നെ കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു വിസ കിട്ടാൻ വേണ്ടി തന്നെ. കുറെ ഇങ്ങനെ പ്രയത്നിച്ചായിരുന്നു. സാറിന്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ പ്രഷർ അങ്ങ് കുറഞ്ഞ തോന്നിയായിരുന്നു. നല്ല രീതിയിൽ ചെയ്തു തന്നായിരുന്നു എനിക്ക്. ഓരോ കാര്യങ്ങൾ രാത്രി ഇരുന്നാണേലും ഒക്കെ നല്ല ഡെഡിക്കേഷനോട് കൂടി ചെയ്തു തന്നായിരുന്നു. പ്രോസസ്സിങ്ങിന്റെ ഫസ്റ്റ് ക്രൂഷ്യൽ സ്റ്റെപ്പാണ് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. സോ അനറ്റിന് ഇന്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലീഗിയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് കാര്യങ്ങൾ അനറ്റിന് കിട്ടിയിട്ടുണ്ടോ? ഇന്റർവ്യൂ നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് പ്രിപ്പറേഷൻ ക്ലാസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അപ്പം കുറേ പേര് എല്ലാവരും തന്നെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി പോയവരുണ്ട്. പിന്നെ കുറച്ച് ദിവസം നീണ്ടു നിന്ന ക്ലാസ് ഒക്കെ ആയിരുന്നു. ആ ക്ലാസ്സിൽ നല്ല രീതിയിൽ ക്ലാസ് ഒക്കെ എടുത്തു. നമ്മൾക്ക് എങ്ങനെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ചെയ്യാം, എന്തൊക്കെ അതിൽ പറയണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നായിരുന്നു. ആ ക്ലാസ് ജനറൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണോ? എങ്ങനെയാ അത് കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളാണോ പറഞ്ഞു തന്നോണ്ടിരുന്നത്? അത് ജനറൽ ആയിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, അങ്ങനെ എങ്ങനെയായിരുന്നു ക്ലാസ്സസ് എങ്ങനെയായിരുന്നു നടന്നത്? ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അതോടൊപ്പം എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, അവിടെ എങ്ങനെയൊക്കെ നമുക്ക് ആൻസർ പറയാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു തന്നായിരുന്നു. ഓക്കെ. കോൺട്രാക്ട് വരാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുത്തായിരുന്നോ? പിന്നെ എനിക്ക് ക്യൂരിയോസിറ്റി ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ കോൺട്രാക്ട് ഇപ്പം കുറേ സ്കാം നടക്കുന്നതായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. ലൈക്ക് കോൺട്രാക്റ്റിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്, കുറേ കാര്യങ്ങൾ അവർ ഇതിൻ്റെ അകത്ത് എഴുതി ചേർക്കുന്നുണ്ടെന്നുള്ള ഞാൻ കേട്ടിട്ടുണ്ട്. സോ അനറ്റിൻ്റെ കോൺട്രാക്റ്റിൽ അനറ്റ് ഫുൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നോ? അനറ്റ് വിചാരിച്ച രീതിയിലുള്ളൊരു അനറ്റിൻ്റെ എല്ലാ വിധത്തിലുള്ള വിഷസും ഫുൾഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോൺട്രാക്റ്റ് ആയിരുന്നു അനറ്റിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഇപ്പം കോൺട്രാക്റ്റ് ഒക്കെ ആണെങ്കിലും ഇപ്പോൾ കുറേ സ്കാമുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ വളരെയധികം ഫുൾഫില്ലാണ്. എൻ്റെ വിഷയെല്ലാം നല്ല രീതിയിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല രീതിയിൽ വായിച്ചിട്ട് തന്നെ സൈൻ ഇട്ടാൽ മതി എന്നാണ് ജോമിച്ചേട്ടൻ പറഞ്ഞായിരുന്നത്. അപ്പം ഞാൻ അതുപോലെ ടൈം എടുത്ത് വായിച്ച് അത് ഒപ്പൊക്കെ ഇട്ട് കൊടുത്തു. എന്തായാലും ഞാനതിൽ സന്തോഷവതിയാണ്. ഓക്കെ. അനറ്റിൻ്റെ ടൈമിൽ നമ്മൾ ഫേസ് ചെയ്തൊരു വലിയ പ്രോബ്ലം ആണ് വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് ഡേറ്റ്സ് കിട്ടാതിരിക്കുക എന്നുള്ളത്. അപ്പം അനറ്റിൻ്റെ കേസിനാണെങ്കിൽ നമുക്ക് കുറേ ടൈം കഴിഞ്ഞിട്ടാണ് ഒരു ഡേറ്റ് കിട്ടിയത്. സോ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. അനറ്റും ടെൻസ്ഡ് ആയിരുന്നു, നമ്മുടെ സൈഡിൽ നിന്ന് ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് വിസയ്ക്ക് ഡേറ്റ് കിട്ടി. വിസ വെച്ച് കഴിഞ്ഞ് വിസയുടെ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു? അതെല്ലാം കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് തന്നെയായിരുന്നു നടന്നത്? അവിടെ ചെന്നിട്ടുള്ള സബ്മിഷൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെയായിരുന്നു നടന്നത്? CSP പോർട്ടൽ വഴിയായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തിരുന്നത്. അപ്പം അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ വിസയ്ക്ക് വെക്കാനായിട്ട് ചെന്ന സമയത്ത് കാര്യങ്ങൾ എളുപ്പമുണ്ടായിരുന്നു. ഡോക്യുമെന്റ്സ് ഒക്കെ ആണെങ്കിലും നമ്മൾ നേരത്തെ സബ്മിറ്റ് വെരിഫൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് പിന്നെ ബയോമെട്രിക്സ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫോട്ടോ കൊടുക്കുക, എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് പോയിരുന്നത്. അപ്പം വിസയ്ക്ക് ഡേറ്റ് കിട്ടി വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം തന്നെ കിട്ടി, പകുതി ആശ്വാസം. ഈ ഫ്ലീഗയുടെ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് കുറേ പേരുടെ ഫേസസ് ഇങ്ങനെ ഓടി വരും. അതിൽ ആദ്യം വരുന്നൊരു ഫേസാണ് ജോമി സാറിന്റെ ഫേസ്. സോ ഈ ഒരു അനറ്റിന്റെ ജേർണിയിൽ ജോമി സാറിന്റെ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു സപ്പോർട്ടായിരുന്നു. എന്തായാലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ ഡെഡിക്കേഷനോട് കൂടി നല്ലപോലെ എനിക്ക് പ്രോസസ്സിങ്ങിനെ സഹായിച്ചു, ഡേറ്റ് എടുത്ത് തരാൻ സഹായിച്ചു. അതുപോലെ തന്നെ വിസ കിട്ടുമ്പോൾ ആ സമയത്തൊക്കെ വരെ വെച്ചോ അങ്ങനെയൊക്കെ ചോദിച്ച് അങ്ങ് കിട്ടിയപ്പം സന്തോഷമായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. താങ്ക് യു ജോമി ചേട്ടാ, ഇങ്ങനെയൊരു
വിസ എനിക്ക് കിട്ടാൻ സഹായിച്ചതിന്. സോ എല്ലാ സ്ട്രഗിൾസും കഴിഞ്ഞ് എല്ലാ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റേജസും കഴിഞ്ഞ് റൈറ്റ് നൗ ഇപ്പോൾ വിസ കിട്ടിയിരിക്കുന്ന ഈ ഒരു മൊമെൻറ്റിൽ നമ്മുടെ സ്റ്റുഡൻസിനോട് അനറ്റിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് നിങ്ങൾ സ്റ്റുഡൻസിനോട് പറയാനുള്ളതാകെ ഒരു കാര്യമുള്ളൂ, നിങ്ങൾ നല്ലൊരു പ്രോസസ്സിങ്ങിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലീഗെ കരിയറിൽ തന്നെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടോടുകൂടി നിങ്ങളുടെ വിസ നിങ്ങൾക്ക് കൈ കിട്ടുന്നതായിരിക്കും. നമ്മൾ വളരെയധികം സന്തോഷത്തിലാണ്. ഓരോ സ്റ്റുഡൻസിനും വിസ കിട്ടുമ്പം അത് നമ്മുടെ ഒരു അച്ചീവ്മെൻ്റ് ആണ്, നമ്മുടെ ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് ഓരോരുത്തർക്കും വിസ കിട്ടുക എന്നുള്ളത്. സോ അനറ്റിന് വിസ കിട്ടിയപ്പോൾ നമ്മൾ വളരെയധികം ഹാപ്പിയാണ്. സോ അനറ്റിന് നല്ലൊരു ഫ്യൂച്ചർ ഞങ്ങൾ വിഷ് ചെയ്യുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ് അനറ്റ്. ഇനി നമുക്ക് ജർമ്മനിയിൽ വെച്ച് കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.